ബംഗളൂരു നഗരത്തിൽ ഒരു ലംബോർഗിനിയുമായുള്ള അഭ്യാസമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ അഭ്യാസം അക്ഷരാർത്ഥത്തിൽ കണ്ണു തള്ളിക്കുന്ന ഒന്നാണ്. അപ്പോൾ എന്താണ്, എവിടെയാണ് ഇത് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് ശ്രീധരനോട് തന്നെ ചോദിക്കാം. ശ്രീധരൻ, തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പല കാഴ്ചകളും നമ്മൾ പലയിടങ്ങളിൽ കാണുന്നതാണ്. ബൈക്കുകൾ കൊണ്ടും അതേപോലെ തന്നെ കാറുകൾ കൊണ്ടും ഒക്കെ ഇത്തരം അഭ്യാസങ്ങൾ കാണിക്കുന്നത് സ്വന്തം ജീവനും അതേപോലെ ചുറ്റുമുള്ള ആളുകളുടെ ജീവനും ഒക്കെ വലിയ പ്രശ്നമാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എവിടെയാണ് സംഭവിച്ചത്? എന്താണ് ഉണ്ടായത്? ഈ ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? ബംഗളൂരുവിലെ ഏറ്റവും പ്രധാനപ്പെട്ട MG റോഡിലാണ് ഈ ദൃശ്യങ്ങൾ. അതായത് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് MG റോഡിലെ അനിൽ കുംബ്ലെ സർക്കിളിലെ സിഗ്നലിൽ വെച്ചാണ് ഈ കാറിന്റെ അഭ്യാസം, അതായത് ആഡംബര കാർ ഉപയോഗിച്ച് ഒരു അഭ്യാസം ഒരാൾ നടത്തുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ പെട്ടെന്ന് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. അതായത് സിഗ്നൽ ഓണായി കിടക്കുന്ന സമയത്താണ് ഇയാളിങ്ങനെ കാറ് അപകടകരമായിട്ടുള്ള രീതിയിൽ ഓടിക്കുന്നത്. ഇതിന് പിന്നാലെ തന്നെ നിരവധി ആളുകൾ, അതായത് ആ സ്ഥലത്ത് ആ സിഗ്നൽ ജംഗ്ഷനിൽ നിന്ന ആളുകൾക്ക് തന്നെ ആ വീഡിയോയിൽ പറയുന്നത് നമുക്ക് കേൾക്കാം. എന്താണ് ഇയാൾ കാണിക്കുന്നതെന്നൊക്കെ പറയുന്നത് കേൾക്കാം. എന്തോ ഭാഗ്യം കൊണ്ട് മറ്റു വാഹനങ്ങൾ ആ സമയത്ത് അവിടെ വരാത്തതുകൊണ്ട്, രാത്രി ആയതുകൊണ്ടും തിരക്ക് കുറഞ്ഞതുകൊണ്ടും അവിടെ ഒരു അപകടം ഉണ്ടായില്ല. ഏതായാലും ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെ തന്നെ ആരാണ് ഇതിന് പിന്നിൽ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ്. ചിലർ കാറിന്റെ രജിസ്ട്രേഷൻ നമ്പർ വെച്ചൊക്കെ പരിശോധിച്ചു. തുടർന്ന് ബംഗളൂരു ട്രാഫിക് പോലീസിനെയൊക്കെ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇത് ആരുടെ കാറാണ് എന്ന് കണ്ടെത്തി ടാഗ് ചെയ്യുന്നുണ്ട്. അതായത് ബംഗളൂരുവിലെ കുപ്രസിദ്ധ ഗുണ്ടയായിരുന്ന മുത്തപ്പ റായി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അയാളുടെ മകൻ റിക്കി റായിയുടേതാണ് ഈ കാറ്. ഇയാൾക്കും എതിരെ നിരവധി ക്രിമിനൽ കേസുകളുള്ള ഒരു വ്യക്തിയാണ്. ഏതായാലും റിക്കി റായി ആണോ ഈ കാറ് ഓടിച്ചതെന്ന് സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇന്ന് ഉച്ചയോടുകൂടി ഈ കാറ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ആ കാർ ഒരു ലോറിയിലൊക്കെ കൊണ്ട് കവൺ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇത് ചെയ്ത ആളെ, അതായത് ഈ ഡ്രൈവർ ആരായിരുന്നു എന്ന് സംബന്ധിച്ച് ഒരു അന്വേഷണം തുടരുകയാണ്. ആരെയും ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല. ബംഗളൂരു നിരത്തുകളിൽ രാത്രികളിൽ ഇത്തരത്തിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നത് പലപ്പോഴും അപകടത്തിന് കാരണമാകാറുണ്ട്. വലിയ എലവേറ്റഡ് ഹൈവേകളൊക്കെ ഉള്ള ഒരു നഗരമാണ് ബംഗളൂരുവിൽ. ഈ റോഡുകളിലൊക്കെ ബൈക്ക് കൊണ്ട് വീലിംഗ് നടത്തി നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ പലപ്പോഴായിട്ട് ഈ തത്സമയ റിപ്പോർട്ടിൽ തന്നെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. കാറുകൾ കൊണ്ടും ബൈക്കുകൾ കൊണ്ടും ഇത്തരത്തിൽ അഭ്യാസങ്ങൾ കാണിക്കുന്നത് സ്വന്തം ജീവൻ മാത്രമല്ല മറ്റുള്ളവരുടെ ജീവന് കൂടി അപകടത്തിലാക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ബംഗളൂരുവിൽ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ട് ഈ ആഡംബര കാർ ഉപയോഗിച്ച് ഈ അഭ്യാസം നടത്തിയ ആൾക്കെതിരെ നടപടി വേണം എന്നുള്ളൊരു ആവശ്യമാണ് സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ പുറത്തുമൊക്കെ ഉയരുന്നത്. ശരി ശ്രീധരൻ, തീർച്ചയായിട്ടും നമ്മൾ പലയിടങ്ങളിലും ഇത്തരം കാഴ്ചകൾ കാണാറുണ്ട്. സ്വന്തം ജീവൻ പോലും അപകടത്തിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു വൈറലാവാൻ വേണ്ടിയൊക്കെ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും അപകടകരമായ കാര്യമാണ്. അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കാനാകുന്ന ഒന്നല്ല എന്നുകൂടി എടുത്തു പറയുകയാണ്.